ശരണമന്ത്രധ്വനിയിൽ ശബരിമലയിലേക്ക് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനത്തിനു വെച്ച ശേഷമാണ് തങ്കയങ്കി ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. 26-ന് തങ്കയങ്കി ശബരിമലയിൽ എത്തും. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി ആറന്മുളയിൽ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെട്ടു. ആറന്മുള സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തെടുത്ത തങ്കയങ്കി പുലർച്ചെ 5 മുതൽ 7 വരെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭക്തർക്ക് കണ്ടുതൊഴാൻ അവസരമൊരുക്കി. 7 മണിക്ക് പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ തങ്കയങ്കിയേറ്റി ഘോഷയാത്ര ആരംഭിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്നത്തെ ഘോഷയാത്ര രാത്രി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കും. നാളെ ഓമല്ലൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലും മറ്റന്നാൾ പെരുന്നാട് ശാസ്താക്ഷേത്രത്തിലും സമാപിക്കും. 26-ന് പെരുന്നാട് നിന്ന് ലാഹ സത്രം പ്ലാപ്പള്ളി നിലയ്ക്കൽ വഴി ഉച്ചയ്ക്ക് പമ്പയിലെത്തും. 3 മണിക്ക് പമ്പയിൽ നിന്ന് തലച്ചുമടായി തങ്കയങ്കി സന്നിധാനത്തേക്ക് പുറപ്പെടും. 26-ന് വൈകിട്ട് അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയാണ് ദീപാരാധന. 27-നാണ് മണ്ഡലപൂജ ചടങ്ങുകൾ. തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ കണ്ടുതൊഴാൻ 10,000-കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും എത്തുന്നത്. 1973-ൽ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് അയ്യപ്പന് സമർപ്പിച്ചതാണ് 420 പവൻ തൂക്കമുള്ള തങ്കയങ്കി. തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സുരക്ഷ ഒരുക്കുന്നു. നിരവധി ഭക്തജനങ്ങളും ദേവസ്വം ഉദ്യോഗസ്ഥരും യാത്രയെ അനുഗമിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. നല്ല ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയുകൊണ്ട് ദർശനം എല്ലാവർക്കും സുഗമമാകത്തക്ക രീതിയിൽ കാര്യങ്ങൾ ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. മൊത്തം ഒരു 30 എണ്ണമുള്ള പോലീസ് സംഘമാനമുണ്ട്. ഒരു ഇൻസ്പെക്ടറും 3 സബ് ഇൻസ്പെക്ടർമാർ, ബാക്കി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇത് വെപ്പണായിട്ടുള്ള ഓട്ടോമാറ്റിക് വെപ്പണായിട്ടുള്ള ഒരു പ്രത്യേക ഗാർഡാണ് ഇതുകൊണ്ടൊപ്പം പോകുന്നുണ്ട്. അതേപോലെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയോ ഭക്തർക്ക് പിൽഗ്രിംസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മണ്ഡലപൂജയോടെ 41 നാൾ നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് പരിസമാപ്തിയാകും. പിന്നീട് മകരവിളക്ക് പൂജകൾക്കായി 30-ന് വൈകിട്ടാകും ശബരിമല നട തുറക്കുക. ജനം, പത്തനംതിട്ട.